നമസ്കാരം, ഞാൻ ഡോക്ടർ അനുപമ ശ്രീനാഥ്. ഇനി ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തേനിനെ കുറിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, തേന് നമ്മൾ ഉപയോഗിക്കും അല്ലെങ്കിൽ തേൻ നമ്മൾ വാങ്ങിക്കുമ്പം അത് നല്ല തേനാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. കാരണം നമുക്കിപ്പോൾ കിട്ടുന്ന തേന് കംപ്ലീറ്റ് മായം കലർന്നിട്ടുള്ള തേനാണ്. അധികവും ഭൂരിഭാഗവും കിട്ടുന്നത് മായം കലർത്തിയിട്ടുള്ള തേനുകളാണ്. അപ്പൊ പഞ്ചസാര ലായനിയും അതേപോലെ കോൺ സിറപ്സും ഒക്കെ ധാരാളം ഉപയോഗിക്കുന്ന തേനുകളാണ് ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ പല തേനുകളും കിട്ടുന്നത്. അപ്പൊ നമ്മൾ തേൻ വാങ്ങിക്കുമ്പോൾ തന്നെ തേൻ നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വാങ്ങിക്കാവൂ. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ തേനിന്റെ ഡെൻസിറ്റി ഭയങ്കര കൂടുതൽ കട്ടിയുള്ളതാണ് തേന്. അപ്പൊ അത് നമ്മളിപ്പോ ഒരു വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നല്ല തേനാണെങ്കിൽ അത് പെട്ടെന്ന് വെള്ളത്തിൽ മിക്സ് ആയി വരില്ല. നേരെ മറിച്ച് അതിൽ എന്തെങ്കിലും മായം കലർത്തിയിട്ടുള്ള തേനാണ് എന്നുണ്ടെങ്കിൽ അത് ഈസിലി വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് വരും. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാം അതിൽ മായം കലർന്നിട്ടുണ്ട് എന്നുള്ളത്. നല്ല തേനാണെങ്കിൽ അത് താഴെ പോയിട്ട് അടിയാണ് ചെയ്യുക. വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് നമ്മൾ ഒഴിച്ചാൽ ആ ഡ്രോപ്പ് അതേപോലെ താഴെ പോയിട്ട് അടിയാണ് ചെയ്യുക. അതാണ് നല്ല തേനും ഈ മായം കലർന്നിട്ടുള്ള തേനും തമ്മിലുള്ള ഒരു പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം. അപ്പോൾ നമുക്ക് കിട്ടുന്ന തേന് മായം കലർന്നിട്ടല്ലാത്ത നല്ല തേനാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം തേൻ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന തേനാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. താങ്ക് യു.